നമ്മളൊന്നും ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ കൂടി നമ്മുടെ മുന്നിൽ നടക്കുന്ന സാമൂഹ്യ മാറ്റങ്ങളാണ് ദയാവധത്തിന് കിട്ടുന്ന അംഗീകാരവും അതുപോലെ തന്നെ ഈ ശവസംസ്കാരത്തിന് കൂടുതലായിട്ടും ശവദാഹം എന്നുള്ള രീതിയിലേക്ക് മാറുന്നതും. ഈ രണ്ട് മാറ്റങ്ങൾ നമ്മൾ അത്ര ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് സത്യം തന്നെ. ഈ ദയാവധത്തിന് ഇപ്പം ന്യൂയോർക്കിൽ അംഗീകാരം കിട്ടാൻ പോകുന്നു. പിന്നെ അതുപോലെ തന്നെ ഇല്ലിനോയിൽ അംഗീകാരം കിട്ടാൻ പോകുന്നു. സെപ്റ്റംബർ ആകുമ്പോഴേക്കും അമേരിക്കയിലെ 1/3 സ്റ്റേറ്റുകളിൽ ഈ ദയാവധം അംഗീകരിക്കപ്പെടും എന്നാണ് സ്ഥിതി. അപ്പോൾ ഇല്ലിനോയിൽ ഈ ബില്ല് ഒപ്പിടരുത്, ദയാവധത്തിനുള്ള ആ ബില്ല് ഒപ്പിടരുതെന്ന് മാർപ്പാപ്പ ഗവർണർ JB പ്രിസ്കറോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഒപ്പിടുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതുവരെ ഉള്ള സൂചന. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ജനസംഖ്യയുള്ള 2 സ്റ്റേറ്റുകളിൽ കൂടി ഇതുവരെ ഓറിഗൺ അങ്ങനെയൊക്കെയുള്ള സ്റ്റേറ്റുകളിലായിരുന്നു കൂടുതലായിട്ടുണ്ടായിരുന്നു. കാലിഫോർണിയയിൽ പക്ഷേ ഉണ്ട്, 10 വർഷമായിട്ടുണ്ട്. ഓറിഗണിൽ 87, 89 മുതലുണ്ട്. അപ്പോൾ അങ്ങനെ പല സ്റ്റേറ്റുകളിൽ ഇപ്പം തന്നെയുണ്ട്. ഇനി ന്യൂയോർക്കും ഇല്ലിനോയും പോലുള്ള കാര്യപ്പെട്ട 2 സ്റ്റേറ്റുകളിലൂടെ ആ നിയമം വരുന്നു. അപ്പോൾ അതിൽ ഈ ദയാവധത്തിൻ്റെ അനുകൂലികൾ പറയുന്നത് ഈ മനുഷ്യർ ജീവിക്കാൻ 6 മാസം മാത്രമേ ഉള്ളൂ, അങ്ങനെയുള്ള അവസ്ഥ. അതുപോലെ തന്നെ 2 ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തണം. ഇനി ഈ മരിക്കാൻ പോകുന്ന ആൾ തന്നെ അങ്ങേര് സുബോധത്തോടി തന്നെ പറയണം ഇത് എനിക്ക് മരിക്കണമെന്ന്. അതുപോലെ തന്നെ മരുന്ന് സ്വയം എടുത്ത് കഴിക്കാനുള്ള കഴിവ് വേണം. ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. പിന്നെ ഈ ദയാവധം ആവശ്യപ്പെട്ടിട്ട് ഒരു 15 ദിവസം വരെ കാത്തിരിക്കണമെന്നായിരുന്നു നേരത്തെയൊക്കെ ഉണ്ടായിരുന്ന നിയമം. ഇപ്പോഴത് 48 മണിക്കൂർ കാത്തിരുന്നാലും മതി എന്നാണ് പല സ്റ്റേറ്റുകളിലും ആ നിയമം മാറ്റിയത്. അതുപോലെ തന്നെ ചില സ്റ്റേറ്റുകളിലൊക്കെ ആ സ്റ്റേറ്റിൽ ഉള്ളവർക്ക് മാത്രമേ ഇത് പാടുള്ളൂ, ഇത് അനുവദിക്കൂ എന്നൊരു നിയമം ഉണ്ടായിരുന്നു. അതിനെതിരെ കേസ് വന്നപ്പോൾ പിന്നെ ആർക്ക് വേണമെങ്കിലും അങ്ങോട്ട് ചെന്നിട്ട് ഇപ്പം ഈ അബോർഷന് വേണ്ടി മറ്റ് സ്റ്റേറ്റുകളിലേക്കൊക്കെ സഞ്ചരിക്കുന്നത് പോലെ അപ്പോൾ ഒരു ദയാവധത്തിന് വേണ്ടിയിട്ടൊരു ടൂറിസം അങ്ങോട്ട് സംഘടിപ്പിക്കുക. അങ്ങനെയുള്ള സ്റ്റേറ്റുകളിലേക്ക് ആളുകൾ നേരത്തെയൊക്കെ സ്വിറ്റ്സർലൻഡ്, ബെൽജിയം ഇങ്ങനെയുള്ള രാജ്യങ്ങളിലേക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ അമേരിക്കയിൽ തന്നെ പല സ്റ്റേറ്റുകളിലേക്കും പോയാൽ മതിയായിരുന്നു. ഇനിയിപ്പം ന്യൂയോർക്കിലും ഇല്ലിനോയിലൊക്കെ വന്നാലും മതി, കാര്യം നടന്നു കിട്ടും. നമ്മൾ ആളെ ശരിപ്പെടുത്തി തന്നു കിട്ടും, പറഞ്ഞു വിടും. അത് ഡോക്ടർമാരായിരുന്നു നേരത്തെ അതിനുള്ള മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യേണ്ടത്. ഇപ്പം നേഴ്സുമാർക്കും അഡ്വാൻസ്ഡ് പ്രാക്ടീസ് നേഴ്സുമാർക്കും ഒക്കെ ആ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യാനുള്ള അംഗീകാരവും പല സ്റ്റേറ്റുകളിലും കൊടുത്തിരിക്കുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മരിക്കേണ്ടവർക്ക് വളരെ സൗകര്യപ്രദമായിട്ട് മരിക്കാനുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കി കൊടുത്തിട്ടുണ്ട് സർക്കാർ. നമുക്കിനി മരിക്കുന്നതിന് പ്രയാസമൊന്നുമില്ല. പക്ഷേ അങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാലും നമ്മൾ വിചാരിക്കും ഇങ്ങനെയുള്ള സൗകര്യം ഒരുക്കിയാൽ ആളുകൾ താല്പര്യം കാണിക്കും. കൂടുതൽ ഇങ്ങനെ വളരെ രോഗബാധിതരായി കിടക്കുന്ന ആളുകൾ എന്നാൽ പിന്നെ ഞാനങ്ങ് മരിച്ചേക്കാം, ആളുകൾ മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടാവണ്ട, എനിക്കും ബുദ്ധിമുട്ടാവണ്ട എന്ന് വിചാരിച്ച് അങ്ങനെ ആരും തന്നെ വിചാരിക്കുന്നില്ല. അങ്ങനെ വിചാരിക്കുന്നവർ വളരെ ചുരുക്കം പേരേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ കൂടി വളരെ ചുരുക്കം ആളുകൾക്കേ മരിക്കേണ്ടതുള്ളൂ. അപ്പോൾ മരണം സ്വീകരിക്കാനായിട്ട് അങ്ങനെ അവർ ആഗ്രഹിക്കുന്നില്ല ആരും തന്നെ, എത്ര ഗുരുതരാവസ്ഥയിലാണെങ്കിൽ കൂടി. അതുപോലെ തന്നെ ഈ അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷനൊക്കെ അതിനെ എതിർക്കുകയാണ് ചെയ്യുന്നത്. അവർ പറയുന്നത് അവർ ഹീലേഴ്സാണ്, ആളുകളെ ശുശ്രൂഷിക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്യുന്നവരാണ്, കൊല്ലുന്നവരല്ല ഡോക്ടർമാർ. അപ്പോൾ അവർക്ക് പറ്റിയ ജോലിയല്ല ഇതെന്നാണ് പറയുന്നത്. പക്ഷേ സർക്കാർ ഈ ഒരു വിഭാഗം ആളുകളും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പുറകെ നടക്കുന്നു. അങ്ങനെ നിയമങ്ങളുണ്ടാകുന്നു. ആ നിയമങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ദൂഷ്യഫലങ്ങൾ ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുള്ളതാണെന്ന് തോന്നുന്നു. ബെൽജിയത്തിലോ മറ്റോ 23 വയസ്സുള്ള ഒരു സ്ത്രീ, ഒരു പെങ്കൊച്ച്, അതിന് എന്തോ ഭീകര കാര്യങ്ങൾ കണ്ടു, ഭീകരപ്രവർത്തനത്തിലൊക്കെ വലിയ അപകടങ്ങളോ ഇതൊക്കെ കണ്ടു. അപ്പോൾ അത് അതിൻ്റെ മാനസിക സമ്മർദ്ദം അവരുടെ ജീവിതകാലം മുഴുവൻ ഉണ്ടാകും. അതുകൊണ്ട് അവരങ്ങ് ചാകാനായിട്ടങ്ങ് തീരുമാനിച്ചു. ഡോക്ടർമാർ സർട്ടിഫിക്കറ്റ് കൊടുത്തു, ചത്തു. എത്ര ഈസി ആയിട്ടുള്ള കാര്യമാണ്, എത്ര നിഷ്പ്രയാസമാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നത്. അപ്പം നമ്മൾ ബൈബിളിൽ പഠിക്കുന്നത് നീ കൊല്ലരുത് എന്നാണ് പഠിക്കുന്നത്. ദൗ ഷാൽ നോട്ട് കിൽ. പക്ഷേ അങ്ങനെയല്ല, ദൗ ഷാൽ നോട്ട് മർഡർ എന്നാണെന്ന് ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു ലേഖനം കണ്ടു. പല ബൈബിളുകളിലും അങ്ങനെ പറയുന്നത് നീ കൊലപാതകം ചെയ്യരുത്. അപ്പോൾ കൊലയും കൊലപാതകവും തമ്മിൽ വ്യത്യാസമുണ്ട്. കൊലപാതകം എന്ന് പറഞ്ഞാൽ മറ്റൊരാളെ മർഡർ ചെയ്യുന്നു. നേരെ മറിച്ച് മറ്റൊരാളെ ഈ ദയാവധമാണെങ്കിലും അല്ലെങ്കിൽ ശിക്ഷാവിധി എന്ന നിലയിലും തൂക്കിക്കൊലയോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതൊക്കെ വരും. കിൽ എന്ന് പറയുമ്പോഴത്തേക്ക് നീ കൊല്ലരുത് എന്ന് പറയുമ്പോഴത്തേക്ക് മർഡർ
മർഡറിനാക്കി പിന്നെ ആക്കുമ്പോൾ അതിന് വ്യത്യാസം വരികയും ചെയ്യുന്നു. അതിൻ്റെ ആ കുറച്ചുകൂടെ നാരോ ആകുന്നു. അപ്പം ലീഗലായിട്ട് കൊല്ലാം എന്നുള്ളൊരു ധ്വനി അതിൽ വരുന്നു. എന്തായാലും കൊല്ലരുതെന്നുള്ള അതുതന്നെയാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. നീ കൊല്ലരുത് ഒരു കാരണവശാലും. എത്ര കിരാതനായ മനുഷ്യനാണെങ്കിലും എത്ര വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്ത മനുഷ്യനാണെങ്കിലും അവൻ അവിടെ ആ തടവറയിൽ കിടന്നോട്ടെ, അവൻ അവിടെ കിടന്ന് ജയിലിൽ കിടന്ന് ചത്തോട്ടെ എന്നല്ലാതെ അവനെ പുറത്തു വിടരുത് എന്നല്ലാതെ അവനെ കൊന്നതുകൊണ്ട് സമൂഹത്തിന് പ്രത്യേകിച്ച് നേട്ടമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്നാണ് സത്യമായിട്ടുള്ളൊരു കാര്യം. ഇപ്പം പിന്നെ അമേരിക്കയിൽ സുപ്രീം കോടതിയാണ് ഈ വധശിക്ഷ പുനഃസ്ഥാപിച്ചത്. അതിനുശേഷം ടെക്സസിൽ 600 പേരെ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. 600 പേര്. അതിൽ തന്നെ കൂടുതൽ പേരും ഈ കറുത്ത വർഗ്ഗക്കാരും ഹിസ്പാനിക്സും ഒക്കെയാണ്. അതുകൊണ്ടാണ് അതിനോട് താല്പര്യം ഈ സമൂഹത്തിൽ താല്പര്യം കൂടുതൽ ഉണ്ടാകുന്നതെന്നാണ് കമലാ ഹാരിസും മറ്റും അവർ ഡിസ്ട്രിക്ട് അറ്റോർണി ആയിരുന്നപ്പോൾ പറഞ്ഞത്. ഈ പ്രൊപ്പോർഷണലി അത് ബ്ലാക്സിനെയും അതുപോലെ തന്നെ ഹിസ്പാനിക്സിനെയും മൈനോറിറ്റീസിനെയും ഒക്കെയാണ് ബാധിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വധശിക്ഷയ്ക്ക് താല്പര്യം കൂടുന്നത് എന്നാണ് പറയുന്നത്. എങ്ങനെയായാലും വധശിക്ഷയും നല്ലൊരു കാര്യമല്ല. ഇന്ത്യയിലെ സിസ്റ്റമാണ് കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു. ഏറ്റവും അപൂർവങ്ങളിൽ അപൂർവമായ കേസിന് മാത്രം, വളരെ ചുരുക്കമായിട്ട് മാത്രം വധശിക്ഷ കൊടുക്കുന്ന ഒരു സമ്പ്രദായം. കുറഞ്ഞ പക്ഷേ അതെങ്കിലും ഒരു ന്യായമായ കാര്യമാണെന്ന് തോന്നുന്നു. ഇത് ഈ വഴിയെ പോകുന്നവരൊക്കെ പിടിച്ച് വധശിക്ഷയ്ക്ക് വിധിക്കുന്നത് ശരിയായ ഒരു കാര്യം ആണെന്ന് തോന്നുന്നില്ല. അപ്പം ഇതിൻ്റെ കൂടെ വന്ന മറ്റൊരു സാമൂഹ്യ മാറ്റമാണ് ഈ ശവദാഹത്തിനുള്ള പ്രിയം കൂടുന്നത്. ഇപ്പോൾ ഏതാണ്ട് മരണങ്ങളിൽ ഒരു 60% ശവദാഹമാണ് നടക്കുന്നത്. ക്രിമേഷൻ അതാണ് നടക്കുന്നത്. അപ്പോൾ അത് പല കാരണങ്ങൾ കൊണ്ട് ക്രിമേഷനുള്ള താല്പര്യം ഈ മതപരമായ വിലക്കുകളൊന്നും ഇല്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം, ഇത് ഒരു സാധാരണ സംസ്കാരം നടത്തണമെങ്കിൽ ഒരു $10,000 മിനിമം ഒരു $10,000 വേണം. അതിൽ കൂടുകയുള്ളൂ. 20, 25 ഇതൊക്കെയാണ് ഒരു സാധാരണ നിലയിൽ ഒരു ഇടത്തരം ഫ്യൂണറൽ നടക്കുമ്പോൾ. അപ്പോൾ ഇതാകുമ്പം $1,000, $1,500 കാര്യം നടന്നു കിട്ടും. എന്ന് മാത്രമല്ല ഇത് വളരെ എക്കോ ഫ്രണ്ട്ലി ആണ്. അപ്പം ഈ ജനങ്ങളെല്ലാം കൂടുന്നു, ജനസംഖ്യ കൂടുന്നു. ഇവർക്കെല്ലാവർക്കും മരിച്ച് ഓരോ കുഴിമാടം ഉണ്ടാക്കണമെങ്കിൽ അതിന് മാത്രമുള്ള സ്ഥലമില്ല. പ്രത്യേകിച്ച് നഗരവുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ, ഇപ്പം ഡൽഹി പോലുള്ള സ്ഥലങ്ങളിൽ. അപ്പം ഈ സംസ്കാരവും വലിയൊരു പ്രശ്നമാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഈ ശവദാഹമാണെങ്കിൽ ഏറ്റവും എളുപ്പത്തിലും അത് എക്കോ ഫ്രണ്ട്ലിയും എന്നുള്ള ചിന്താഗതി വരുന്നത്. ഏറ്റവും ചിലവ്, തൻ്റെ മരണശേഷം ഏറ്റവും ചിലവ് കുറച്ച് ഏറ്റവും സിമ്പിളായിട്ട് കാര്യങ്ങൾ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ. അപ്പോൾ അങ്ങനെ അതിന് വലിയ പ്രചാരം കിട്ടിയിരിക്കുന്നത്. നേരെ മറിച്ച് ഒരു 100 വർഷം മുമ്പ് വളരെ ചുരുക്കം പേരായിരുന്നു, വളരെ 15, 20 ആ രീതിയിലായിരുന്നു ശവദാഹത്തിന് താല്പര്യം കാണിച്ചിരുന്നവർ അമേരിക്കയിൽ. അപ്പോൾ അത് അവിടെ നിന്നാണ് ഈ മാറ്റം വന്നിരിക്കുന്നത്. അതൊരു 15, 20 വർഷം കഴിയുമ്പോഴത്തേക്ക് ഒരു 75% പേരും അല്ലെങ്കിൽ 75-80% പേരും ഈ ക്രിമേഷന് താല്പര്യം കാണിക്കും. ക്രിമേഷൻ മതി എന്ന തീരുമാനത്തിലേക്ക് എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ പരമ്പരാഗത രീതിയിലുള്ള സംസ്കാരത്തിനുള്ള താല്പര്യം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ സാമൂഹ്യ മാറ്റങ്ങൾ, ഇങ്ങനെയുള്ള മാറ്റങ്ങൾ നമ്മുടെ ഇടയിൽ, നമ്മുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നു.